അല്ല, അക്കാര്യത്തിൽ ഞങ്ങൾ 6-ാം തീയതി ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായി തന്നെ യോഗം ചേരുന്നുണ്ട്. ഈ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, പരമാവധി ആളുകളുടെ വോട്ടവകാശം ഉറപ്പുവരുത്താനും അത് സുരക്ഷിതമാക്കാനും നിയമവഴിയിൽ പോകണമോ ഏതൊക്കെ വഴിയിൽ പോകണം എന്നതിനെക്കുറിച്ച് കാര്യഗൗരവമായ ചർച്ച മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ ചെയ്യും, UDFും ആ കാര്യത്തിൽ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾ നിയമപരമായി നേരിടുമോ അല്ലെങ്കിൽ നിങ്ങൾ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നതിനെ കുറിച്ചല്ല, ഒരു പാർട്ടി എന്ന നിലയ്ക്ക് SIR എന്നൊരു പ്രോസസ്സ് വരാൻ പോകുന്നുണ്ട്. അതിൽ ഓരോരുത്തരുടെയും വോട്ട് ഉറപ്പാക്കാൻ എന്തുമാത്രം SIR പ്രോസസ്സിനെ കുറിച്ച് നിങ്ങളുടെ കേഡേഴ്സ് എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് നിങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷന്റെ തിരക്കിനിടയിലും നിങ്ങൾ മറന്നുപോയാൽ പണി കിട്ടുന്ന ഏർപ്പാടാണിത്. അതിലൊരു പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ പ്രത്യേകമായി ഇടപെടുന്നുണ്ടോ? നിങ്ങൾ മാത്രമല്ല, എല്ലാ പാർട്ടികളും. നിങ്ങളുടെ കാര്യം ചോദിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ കാര്യത്തിൽ എല്ലാവരെക്കാളും വളരെ മുന്നിലാണ് ഞങ്ങൾ എല്ലാ കാലത്തും. ഞങ്ങളുടെ രീതി അങ്ങനെയാണ്. ഇതിൻ്റെയൊക്കെ പ്രോസസ്സ് ഞങ്ങൾക്ക് അത്രയും കേഡർ സ്വഭാവമാണുള്ളത്. ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനങ്ങൾ, പോഷക സംഘടനകൾ, യൂത്ത് ലീഗ്, വൈറ്റ് ഗാർഡ്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളതുള്ള ഓരോ സ്ഥലത്തെ BLOമാരാരാണ്, അവരെ രാഷ്ട്രീയം എന്താണ്, ആരൊക്കെ പേര് ഉൾപ്പെടുത്തും, അവരേതെല്ലാം ആളുകളെ പേര് ഉൾപ്പെടുത്താതെ മുകളിലേക്ക് കൊടുക്കാതെ ചെയ്യും, ഇതൊക്കെ ഞങ്ങൾ സ്ക്രൂട്ടിനി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പ്രൈമാ ഫേസ് ഘട്ടം BLOമാരാണ്. അവരാണ് പൂരിപ്പിക്കാനുള്ള ഫോം തരിക. പൂരിപ്പിച്ച് BLOമാർക്ക് കണ്ട് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന രംഗം വരെ പകർത്തണം, CCTV ഓൺ ചെയ്ത് വെക്കണം, ക്യാമറയിൽ പകർത്തണം, മുഴുവൻ രേഖകളും ഫുള്ളാക്കിയ ഫോട്ടോ എടുത്ത് വെക്കണം. കാരണം നാളെ എങ്ങാനും ഈ BLO ഇത് മേലോട്ട് കൊടുത്തിട്ടില്ലെങ്കിലാണ് വോട്ടർ പട്ടികയിൽ പേര് വരാതാകുക. പിന്നെ വോട്ടർ പട്ടികയിൽ വോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ചേർക്കണമെങ്കിലാണ് ഹിയറിംഗ് എന്ന നേരിട്ട് ഹാജരാൽ വരിക. അവിടെയാണ് പ്രവാസി കുടുങ്ങുക. അപ്പം തുടക്കത്തിൽ തന്നെ പ്രവാസികളടക്കമുള്ള എല്ലാ വോട്ടുകളും വളരെ കൃത്യമായി തന്നെ അതായത് BLOമാർക്ക് കൊടുക്കേണ്ടത് എന്ന് ഉറപ്പ് വരുത്താൻ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ അതിൻ്റെ എല്ലാ പണികളും ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫോട്ടോ എടുത്തും ലൈവായിട്ട് ടൈമറുള്ള ക്യാമറയിൽ തന്നെ അത് പകർത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. കാരണം നാളെ ഈ വോട്ടർ പട്ടികയിൽ വന്നിട്ടില്ലെങ്കിൽ BLO കൊടുക്കാത്തതിൻ്റെ പേരിലാണ് വരാത്തതെങ്കിൽ ആ BLOനെ ഞങ്ങൾ വെറുതെ വിടില്ല. ജീവിതകാലം മുഴുവൻ അവൻ നിയമത്തിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും, അവൻ്റെ പുറകിൽ ഞങ്ങൾ കൂടും. അത്രയും സുതാര്യമായും സൂക്ഷ്മമായും ജാഗ്രതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളെ പാർട്ടിയുടെ തീരുമാനം. പാർട്ടിയുടെ എല്ലാ കേഡർ സംവിധാനങ്ങൾക്കും നിർദ്ദേശം ദിനംപ്രതി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേക സെല്ല് വർക്ക് ചെയ്യാണ്. കോഴിക്കോട്ട് കഴിഞ്ഞ 9-10 ദിവസമായി ഞങ്ങളെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ CMA ഷമീറിന്റെ നേതൃത്വത്തിൽ വലിയൊരു വിദഗ്ധ സംഘം ലീഗ് ഓഫീസിൽ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഘടകങ്ങളും അവിടെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രി വരെ അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം എല്ലാം വളരെ ജാഗ്രതയിൽ തന്നെ വീക്ഷിക്കുകയാണ്. അതിനെങ്ങനെ പ്രതിരോധിക്കണം, എങ്ങനെ തരണം ചെയ്യണം എന്ന കാര്യത്തിൽ പാർട്ടി എല്ലാ നിയമവഴിയും തേടുന്നുണ്ട്. 6-ാം തീയതി ഞങ്ങൾ ഭാരവാഹികൾ പ്രത്യേകമായി തന്നെ തരംതിരിഞ്ഞിരിക്കുകയാണ്. മലബാർ വേറെ ഇരിക്കുകയാണ്, മധ്യ കേരളം വേറെ ഇരിക്കുന്നു, ട്രാവൻകൂർ വേറെ ഇരിക്കുന്നു. ഇപ്പോൾ 6-ാം തീയതി ഞങ്ങൾ ഇരിക്കാൻ പോകുന്നത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള പിന്നെ ഭാഗത്തെ മുസ്ലിം ലീഗിൻ്റെ എല്ലാ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും എല്ലാ സംസ്ഥാന ഭാരവാഹികളാണ് ഇരിക്കുന്നത്. കാരണം അത്രയും ഏരിയ 3 പോർഷനാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ കാര്യത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ശരി. അതിനകത്ത് സമ്പത്ത് ഈ പ്രോസസ്സ് എന്തായാലും നടക്കും. അത് തടയുക എത്ര എളുപ്പമുള്ള കാര്യമല്ല. ബീഹാറിന്റെ കാര്യം പോലും സുപ്രീം കോടതിയിൽ വന്നിട്ട്